ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഫ്രൈഡേ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഫുഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞു പോകരുത്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ. എന്നാലേ എൻ്റെ വീഡിയോ റീച്ച് ആവുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ചില വീഡിയോസ് കാണിക്കലുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യമായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തലേന്ന് തന്നെ ഓട്സും പാലും തൈരും അതുപോലെ പിന്നെ ചിയാ സീഡ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഫ്രൂട്ട്സും നട്ട്സും കട്ട് ചെയ്തിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വീഡിയോ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. അതുപോലെ തന്നെ വേറെ നല്ല ഫില്ലാവും ചെയ്യും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാനിതിൽ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, ഇത് ചെയ്യുന്നത് കണ്ട അപ്പോൾ എനിക്ക് വെറുതെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിക്കണമെന്ന് തോന്നിയിട്ടാ. നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നുന്നതെന്നുള്ളത് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടണമെന്ന് വിചാരിച്ചതാണ്, മറന്നുപോയി. സത്യം പറഞ്ഞാൽ സൂം ചെയ്ത് ഞാനിതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതവിടെ നിർത്തി. പിന്നെന്താ, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ കുറേ പ്രാവശ്യം കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് വർക്ക് ഏരിയ കാണിക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ വർക്ക് ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു വ്ളോഗായിട്ടൊന്നും ചെയ്യാനുള്ളതൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താട്ടെ. കാരണം വർക്ക് ഏരിയ അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് എന്താ പറയുക, കബേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിലാണ് ഉള്ളത്. അവിടെ തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത്. അതുകൊണ്ട് അതൊക്കെ അപ്പുറത്താണ് ഉള്ളത്. ഞാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും നോക്കിയിട്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും ഉൾപ്പെടുത്താം. അത് മാത്രമായിട്ട് ചെയ്യാനുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാണെങ്കിൽ 2 എടുത്തോ, അല്ലെങ്കിൽ 1.5 മുറി എടുത്തോ കേട്ടോ. പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് മല്ലിയില വേണം, പുതിനയില വേണം. നമ്മൾ നോർമൽ ബിരിയാണിക്ക് ഇടുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ബിരിയാണിക്ക് ഇടുമ്പില്ലേ കൂടുതൽ അങ്ങനെ പേസ്റ്റ് ആക്കണ്ട കേട്ടോ, ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് സോയാബീനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് സോയാബീൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ ഡബിൾ സൈസ് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, എത്രയാണോ അത് കഴിക്കാൻ ഇഷ്ടം, അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സോയാബീൻ കുതിർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നന്നായി പിഴിഞ്ഞ് അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു 3-4 തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്യട്ടെ. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു മഞ്ഞ കളറ് വരും, വെള്ളത്തിൻ്റെ കളറ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 കപ്പ് നേരിയരിയില്ലേ, സാധാ ജീരകശാല, അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിരിയാണി ആയാലും എന്ത് സംഭവങ്ങളായാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഗീയും 2 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല സവോള, അതിൽ നിന്ന് കുറച്ച് ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഈ ഒരു ഓയിലിൽ ഇട്ട് കൊടുക്കുക. കാരണം നമുക്കിതൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം, നമ്മൾ ബിരിയാണിക്ക് ആക്കൂലേ അതുപോലെ തന്നെ. അപ്പം കുറച്ച് മതി, അത് ജസ്റ്റ് മേലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കരിഞ്ഞാൽ എല്ലാറ്റിൻ്റെതും തന്നെ ഇങ്ങനെ കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതൊക്കെ കൂട്ടി ബിരിയാണി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും സവോള മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 2-3 ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ പട്ട,
പിന്നെ കുറച്ച് ചെറിയ പീസ് ബേ ലീഫ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എത്രയാണോ ബിരിയാണിക്ക് അരി എടുക്കുന്നത്, അത് ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കുക. ഞാനിവിടെ 2 കപ്പ് എടുത്തുകൊണ്ട് 3 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി തിളച്ച് വരുമ്പം അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നല്ല ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് എവിടെ നിന്നാവട്ടെ, ആ ടൈമിൽ നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാം. നമ്മുടെ വെജിറ്റബിളിൻ്റെ മസാലയില്ലേ, അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓരോരാളുടെ ടേസ്റ്റ് വ്യത്യാസമല്ലേ. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കി സവാള കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അത് ഏത് ബിരിയാണി ആയാലും ഏത് കറി ആയാലും ഇല്ലേ, നമ്മൾ ഈ ഒരു സവാള വഴറ്റുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. വെറുതെ ജസ്റ്റ് ഒന്ന് വഴറ്റി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വഴഞ്ഞ് നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആ ഒരു പച്ച മണക്കം മാറൂലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോട് കൂടി തന്നെ നിൽക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഫുഡിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക തിരക്കിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് ആയി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക സ്പീഡിലൊക്കെ തീർക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഫുഡ് നല്ല ടേസ്റ്റിൽ കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സമയത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കണ്ടില്ലേ, നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചോറ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വളരെ സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ തീ നല്ല സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ മസാലയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ സ്റ്റേജായിട്ട് നമ്മൾ ചേർത്ത് ചെയ്യുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ കൂടി നന്നായിട്ട് തന്നെ വഴഞ്ഞ് പേസ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല സോയാബീന്, അത് ചേർത്ത് കൊടുക്കുക. അതില്ലേ ഞാൻ കുതിർത്ത് കഴിഞ്ഞപ്പോൾ ഒരുപാടായി തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇനി ഈ സോയാബീനും കൂടി ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റൂലേ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതേ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മസാലയും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നമ്മൾ അഥവാ ചോറിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് വേണം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയാലോ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇതിലോട്ട് അപ്പോൾ നല്ലപോലെ തന്നെ സോയാബീനൊക്കെ ആ ഒരു മസാലയിലൊക്കെ കിടന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഇല്ലായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. കാരണം വെജിറ്റബിൾ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്ന കോളിഫ്ലവറാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല. ഞാനുണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ. അപ്പോൾ നോക്കുമ്പോൾ കോളിഫ്ലവർ തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടി നന്നായി വഴറ്റി ആ ഒരു പച്ചമണക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഞാൻ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു മസാലയിലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി വേവിച്ചിട്ട് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോയാബീൻ, ഗ്രീൻ പീസ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുതിനയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവിയോടെയാണ് നിങ്ങൾ മസാല ഉണ്ടാക്കൽ എങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല.
ഞാനിതിലൊരു കുറച്ച് അരക്കപ്പും കൂടി വെള്ളവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച സവോളയില്ലേ അതിൽ നിന്ന് കുറച്ച് ഒരു പകുതിയോളം അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി അടച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് ഒരു പകുതി ചെറുനാരങ്ങയും കൂടി ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുക. ഞാൻ തൈര് ചേർക്കലില്ല കേട്ടോ. എനിക്ക് തൈര് ചേർക്കുമ്പോൾ എന്തോ ടേസ്റ്റ് ഒരു മാറ്റം പോലെയാണ് തോന്നൽ. ഞാൻ ഒരു ബിരിയാണിക്കും തൈര് അങ്ങനെ ചേർക്കലില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ പൊതുവേ അങ്ങനെ ചേർക്കാറുണ്ട്, എല്ലാവർക്കും അങ്ങനെയല്ലേ ഇഷ്ടം. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ തൈര് ചേർക്കുന്ന ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1/4 കപ്പ് വരെയൊക്കെ തൈര് ചേർത്ത് കൊടുത്തോട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചോറൊക്കെ മാറ്റിയിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ദം ചെയ്യാൻ തന്നെയാട്ടോ വിചാരിച്ചിട്ടുണ്ടായേ, പക്ഷേ ഇത് പോരാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ആക്കിയ ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാല ഇതിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് മസാല മാത്രം നമുക്ക് അടിഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതേ കണ്ടില്ലേ, ഇത്രയും മസാല മാത്രം നമുക്ക് അടിഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ദം ചെയ്യുന്ന ആ ഒരു രീതി അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല സവാള, അതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ദം ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നില്ലേ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്, എവിടുന്നാണ് ചെയ്ത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഞാൻ കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു അങ്ങനെ കമ്പനിക്കോ വേറൊരു അങ്ങനെയൊന്നും കൊടുത്തതല്ല കേട്ടോ കിച്ചൺ. നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്ത ആശാരിമാർ തന്നെയാണ് ഈ ഒരു കിച്ചന് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം അത് എങ്ങനെ വേണം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു കിച്ചൺ ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിന് കറക്റ്റായിട്ട് ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് തന്നിട്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ മാത്രം കോസ്റ്റ് എത്രയാണെന്നുള്ളത് അതങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്യിപ്പിച്ചതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്താ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലയും ചോറൊക്കെ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളിയും പിന്നെ കാഷ്യും അതൊക്കെ ഇതിന് മുകളിൽ നല്ല പോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാവുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല ആവി വരുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടപ്പിന് എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പശു നെയ്യ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ദം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ അതേ കണ്ടില്ല, നല്ല ആവി പറക്കുന്ന അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിൽ വെള്ളത്തിൻ്റെ അളവും കൂടി നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോറും അതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് തരണേ. ഇനിയും നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടായാലല്ലേ പിന്നെ വീഡിയോ ഇടാൻ നമുക്ക് തോന്നുക. അപ്പോൾ എല്ലാവരും കമൻറ്റെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തായാലും ഇടുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.